രൂപതകൾ വിശ്വാസികൾക്ക് വേണ്ടിയോ അതോ വിശ്വാസികൾ രൂപതകൾക്ക് വേണ്ടിയോ? സീറോ മലബാർ രൂപതകളുടെ ആഗോള വിന്യാസം, ഒരു പഠനം. പ്രിയപ്പെട്ടവരെ, സീറോ മലബാർ സഭയുടെ കൊളോണിയൽ സമീപനത്തെ തുറന്നു കാട്ടുകയും അതിനെതിരെ അയർലൻഡിലുള്ള സീറോ മലബാറുകാർ ഉയർത്തുന്ന പ്രതിരോധത്തെ എടുത്തു കാട്ടുകയുമായിരുന്നുവല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചെയ്തത്. യേശുവിൽ ധീരമായി ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അയർലൻഡിലെ സീറോ മലബാർ വിശ്വാസികളുടെ ചെറുത്തുനിൽപ്പിനെ ശ്ലാഘിക്കുമ്പോഴും സഭയുടെ സാമ്രാജ്യ ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ യേശുവിൻ്റെ നിലപാടുകളിൽ കൂടുതലായി ഊന്നി നിന്ന് പൊരുതേണ്ടി വരുമല്ലോ എന്ന് ഓർത്തു പോകുകയാണ്. കാരണം കേരളത്തിന് പുറത്ത് രൂപതകൾ സ്ഥാപിച്ചുള്ള സീറോ മലബാർ സഭയുടെ സാമ്രാജ്യ വികസന നീക്കം കല്യാൺ രൂപതാ സ്ഥാപനത്തോടെ 1988 ആരംഭിച്ചപ്പോൾ മുതൽ ഇതേ ചെറുത്തുനിൽപ്പ് ഇതിലും ശക്തമായി നടന്നിരുന്നു. അതെല്ലാം ഫലം കാണാതെ പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ അന്നത്തെ മദ്രാസ് സംസ്ഥാനത്ത് തൃശൂർ അതിരൂപതയ്ക്ക് കീഴിൽ ഒരു രൂപത സ്ഥാപിക്കാനുള്ള നീക്കം ശക്തമായിരുന്നു. റോമിലെ ശക്തമായ സീറോ മലബാർ ലോബിയും പൗരസ്ത്യ സംഘവും ചേർന്നുള്ള സംയോജിത ശക്തിയായിരുന്നു അതിനു പിന്നിൽ. പക്ഷേ മദ്രാസ് മൈലാപ്പൂർ ലത്തീൻ അതിരൂപതയുടെ ഭരണാതിർത്തിക്കുള്ളിൽ ഒരു സീറോ മലബാർ രൂപത വരുന്നതിനെതിരെ ലത്തീൻ മെത്രാന്മാർ സംഘടിച്ചു. അത് അനുവദിക്കരുത് എന്നപേക്ഷിച്ച് 44 ലത്തീൻ മെത്രാന്മാർ ഒപ്പിട്ട നിവേദനം അന്നത്തെ പോപ്പിന് അയക്കുക വരെ ചെയ്തു അവർ. അതുപോലെ തന്നെ ചെന്നൈ മലയാളി കത്തോലിക്ക അസോസിയേഷനും സീറോ മലബാർ രൂപതാ സ്ഥാപനത്തിനെതിരെ രംഗത്തിറങ്ങി. അവരും അതിനെതിരെ പോപ്പിന് നിവേദനങ്ങൾ അയക്കുകയുണ്ടായി. അങ്ങനെയാണെന്ന് തോന്നുന്നു മദ്രാസിലെ രൂപതാ സ്ഥാപനത്തിൽ നിന്ന് പിൻവലിഞ്ഞ് 1988 പെട്ടെന്ന് ബോംബെ ലത്തീൻ രൂപതയ്ക്കുള്ളിൽ കല്യാൺ സീറോ മലബാർ രൂപത പ്രഖ്യാപിക്കപ്പെട്ടത്. കല്യാൺ രൂപതയിലും സീറോ മലബാർ രൂപതാ സ്ഥാപനത്തിനെതിരെ സീറോ മലബാർ വിശ്വാസികൾ ശക്തമായ സമരങ്ങൾ ദീർഘകാലം നടത്തുകയുണ്ടായി. കാര്യമായ ഫലമുണ്ടായില്ല എന്ന് മാത്രം. മദ്രാസിൽ സീറോ മലബാർ രൂപത എന്ന ലക്ഷ്യത്തിൽ നിന്നുള്ള പിൻവാങ്ങൽ താൽക്കാലികവും കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരാനുള്ള ഒരു അടവ നയവും മാത്രമായിരുന്നുവെന്ന് വൈകാതെ തന്നെ തെളിയുകയുണ്ടായി. ഇരിങ്ങാലക്കുട രൂപതമെത്രാനും 25ഓളം അച്ഛന്മാരും കുറെ കന്യാസ്ത്രീകളും സംഘടിതമായെത്തി മാർപ്പാപ്പായുടെ കൽപ്പനയാണ് എന്ന മട്ടിൽ സീറോ മലബാർ റീത്ത് മാഹാത്മ്യം വിളമ്പിക്കൊണ്ട് മലയാളികളുടെ വീടുവീടാന്തരം കയറിയിറങ്ങി ഒരു അനുഭാവ തരംഗം സൃഷ്ടിക്കുകയാണ് സീറോ മലബാർ നേതൃത്വം ചെയ്തത്. പക്ഷേ അന്ന് ഒരു രൂപതാതിർത്തിക്കുള്ളിൽ മറ്റൊരു രൂപത സ്ഥാപിക്കണമെങ്കിൽ ആ രൂപതാമെത്രാന്റെ സമ്മതപത്രം വേണ്ടിയിരുന്നു. ഒന്നിനു പിറകെ മറ്റൊന്നായി മാറി വന്ന മദ്രാസ് മൈലാപ്പൂർ രൂപതയിലെ 3 ലത്തീൻ മെത്രാന്മാർ സമ്മതപത്രം ഒപ്പിടാതെ മാറി നിന്നു. 2004 മദ്രാസിൽ സിനഡ് ചേർന്ന് സീറോ മലബാർ സഭയ്ക്ക് ഒരു ഇടവക പോലും സ്ഥാപിക്കാൻ അനുവാദം നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു മദ്രാസ് മൈലാപ്പൂർ അതിരൂപത. പിന്നീട് ബിഷപ്പ് അരുൾദാസ് ജെയിംസ് ദിവംഗതനായതിനെ തുടർന്ന് മെത്രാൻ ഇല്ലാതിരുന്ന അവസരം നോക്കി 28 ലത്തീൻ പള്ളികളിലെ സീറോ മലബാർക്കാർക്ക് വേണ്ടി ഒരു മഹാമലയാള ധ്യാനം നടത്തുകയും തുടർന്ന് ഡൽഹി അപ്പസ്തോലിക് നുൻഷ്യോയുടെ അധ്യക്ഷതയിൽ വലിയൊരു ആഘോഷ പരിപാടി പ്ലാൻ ചെയ്യുകയും ചെയ്തു സീറോ മലബാർ സഭ. അത് വിളംബരം ചെയ്തുകൊണ്ട് പത്രപരസ്യം വരെ നടത്തി. അപ്പോൾ ചെന്നൈ മലയാളി കത്തോലിക്ക അസോസിയേഷന്റെ നേതൃത്വം നുൻഷ്യോയ്ക്ക് ഇങ്ങനെ എഴുതി: താങ്കൾ വെറും ഒരു അംബാസഡറാണ്. ഇവിടെ ഇപ്പോൾ മെത്രാൻ ഇല്ല. താങ്കളെ വിളിച്ചത് തെറ്റ്. താങ്കൾ ക്ഷണം സ്വീകരിച്ചത് തെറ്റ്. താങ്കൾ ഇവിടെ വരുന്നത് അതിലും വലിയ തെറ്റ്. വിശ്വാസികളെ വേർപിരിക്കലല്ല താങ്കളുടെ പണി. ഇതിന്റെ ഫലമായിട്ടായിരിക്കാം ന്യൂൻഷ്യോ പരിപാടിയിൽ സംബന്ധിച്ചില്ല. പുതുതായി ചാർജ് എടുത്ത മെത്രാപ്പോലിത്ത മാർ AM ചിന്നപ്പ സീറോ മലബാറുകാർ അനുവാദമില്ലാത്ത പള്ളികൾ തീറെഴുതി തരിക, എന്നിട്ട് ലത്തീൻ രൂപതയുടെ കീഴിൽ പ്രേക്ഷിത വേല നടത്തിക്കൂ, ശമ്പളം തരാം എന്നുവരെ സീറോ മലബാർ അധികാരികളുടെ ഭീഷണി സ്വരത്തിൽ പറയുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി അത് സാധിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ തന്നെ സീറോ മലബാർ സഭ പാട്ടിലാക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 2008 ആർച്ച് ബിഷപ്പ് ചിന്നപ്പ തന്നെ 10 ഇടവകകൾ സീറോ മലബാർ സഭയ്ക്ക് അനുവദിച്ചു കൊടുത്തു. അപ്പോൾ അതുപോരാ, രൂപത തന്നെ വേണം എന്നതായി സീറോ മലബാർ സഭയുടെ ആവശ്യം. അങ്ങനെയാണ് 2010 തൃശൂർ അതിരൂപതയുടെ കീഴിലായി രാമനാഥപുരം സീറോ മലബാർ രൂപത ഉണ്ടായത്. ഇക്കാര്യം ഇത്രയും വിശദമായി പറഞ്ഞത് ഓരോ രൂപതാ സ്ഥാപനത്തിൻ്റെയും പിന്നിൽ നടന്നിരിക്കാവുന്ന തന്ത്രകുതന്ത്രങ്ങളെയും അഴിമതികളെയും സഭാരാഷ്ട്രത്തെയും ഒക്കെ കുറിച്ച് ഏതാണ്ടൊരു ധാരണ നൽകുന്നതിനാണ്. പിന്നീട് തമിഴ്നാട്ടിലും കർണാടകയിലുമായി ഹൊസൂർ രൂപതയും രൂപം കൊണ്ടു. കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ ഇപ്പോൾ 1 ഡസൻ സീറോ മലബാർ രൂപതകളുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ അമേരിക്കയിലും UK യിലും
കാനഡയിലും ആസ്ട്രേലിയയിലുമാണ് മറ്റു സീറോ മലബാർ രൂപതകളുള്ളത്. ഇവിടങ്ങളിലെല്ലാം വിശ്വാസി സമൂഹം ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തുകയുണ്ടായിട്ടുണ്ട്. അതിനെയെല്ലാം ദൈവത്തിൻ്റെയും സഭയുടെയും പ്രേക്ഷിതത്വത്തിൻ്റെയും സാംസ്കാരിക അനുരൂപണത്തിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞ് അവഗണിച്ചു തള്ളി മുന്നേറുകയായിരുന്നു സീറോ മലബാർ സഭ. ഇപ്പോഴും അങ്ങനെ തന്നെ. അതുകൊണ്ട് അയർലൻഡിലെ ചെറുത്തുനിൽപ്പ് വിജയിക്കണമെങ്കിൽ ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിൽ കൂടുതൽ ധീരമായി, കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കേണ്ടി വരും. അതായത് ബിബ്ലിക്കൽ അടിത്തറയോടുകൂടിയും യുക്തിഭദ്രതയോടുകൂടിയും ധാർമ്മിക മുഖഭാവത്തോടു കൂടിയും ഉള്ളതായിരിക്കണം ഓരോ നീക്കവും. ഇതിൽ നിന്നെല്ലാം സീറോ മലബാർ സഭയുടെ ലോകമെമ്പാടുമായുള്ള ഈ രൂപതാ വിന്യാസം മനുഷ്യന് വേണ്ടിയല്ല, മറിച്ച് സഭയെന്ന സ്ഥാപനത്തിന് വേണ്ടിയുള്ളതാണ് എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത വസ്തുതയാണെന്ന് മനസ്സിലാക്കാമല്ലോ. അതിൽ നിന്ന് തന്നെ ശാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശാബത്തിന് വേണ്ടി അല്ല എന്ന് വ്യക്തമായി പഠിപ്പിച്ച യേശുവിന് വിരുദ്ധമാണ് സീറോ മലബാർ സഭയുടെ ഈ വികസന സമീപനമെന്ന് ഉറപ്പിക്കാനാകും. ശാബത്ത് എന്ന വാക്കാണ് സന്ദർഭത്തിനനുസരിച്ച് യേശു ഉപയോഗിച്ചതെങ്കിലും ആ വാക്കിൽ നിയമങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നോർക്കുക. അതായത് നിയമങ്ങളും അനുഷ്ഠാനങ്ങളും സംവിധാനങ്ങളും സ്ഥാപനങ്ങളുമെല്ലാം മനുഷ്യന് വേണ്ടിയായിരിക്കണം, അല്ലാതെ അവയ്ക്ക് വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കപ്പെടരുത് എന്ന്. യേശുവിൻ്റെ ഈ മനുഷ്യ കേന്ദ്രീകൃതമായ നിലപാടിൽ നിന്ന് വേണം നാം സഭാ നിയമങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇടവക രൂപതാ സംവിധാനങ്ങളെയും അവിടങ്ങളിലെ ഭരണക്രമങ്ങളെയും എല്ലാം നോക്കിക്കാണാനും വിലയിരുത്താനും. അപ്പോൾ രൂപതകൾ സ്ഥാപിച്ച് സീറോ മലബാർ സഭയെ ലോകമാസകലം വളർത്തുന്നതിൻ്റെ ലക്ഷ്യമായി സഭ പറയുന്ന കാര്യങ്ങളെയും ഈ മാനദണ്ഡത്തിൽ വിലയിരുത്തേണ്ടി വരും. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. കേരളത്തിനും ഇന്ത്യക്കും പുറത്തുള്ള സീറോ മലബാർ വിശ്വാസ സമൂഹത്തിന് വേണ്ടിയാണ് അവിടങ്ങളിലൊക്കെ സീറോ മലബാർ രൂപതകൾ സ്ഥാപിക്കുന്നത് എന്നാണ് സഭാധികാരികളുടെ ആധികാരിക നിലപാട്. കൃത്യമായി പറഞ്ഞാൽ സീറോ മലബാർ സഭയുടെ തനത് പൈതൃകത്തിലും സംസ്കാരത്തിലും ആധ്യാത്മികതയിലും ആരാധനാക്രമത്തിലും ദൈവശാസ്ത്രത്തിലും ശിക്ഷണക്രമത്തിലും അധിഷ്ഠിതമായ അജപാലന ശുശ്രൂഷ ഈ സഭയിലെ അംഗങ്ങൾക്ക് നൽകുവാനുള്ള കടമ നിർവഹണത്തിന്റെ ഭാഗമായാണ് അവർ വസിക്കുന്ന പുറംനാടുകളിൽ രൂപതകൾ സ്ഥാപിക്കുന്നത് എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. അല്പം ബിബ്ലിക്കൽ കൂടി ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചാവാം ലോകത്തെവിടെയും മിഷനറി പ്രവർത്തനം നടത്താനുള്ള അവകാശവും കടമയും ഈ സഭയ്ക്കുണ്ടെന്ന വാദവും കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ പറഞ്ഞവയിൽ തനത് പൈതൃകവും സ്വന്തം സംസ്കാരവും മാത്രമേ സീറോ മലബാർ സഭാ സമൂഹത്തെ ആകർഷിക്കുന്നതായുള്ളൂ എന്നതാണ് സത്യം. അതായത് വിദേശത്തുള്ള സീറോ മലബാർ രൂപതകളൊന്നും അവ ആയിരിക്കുന്ന ഇടങ്ങളിലുള്ള മറ്റ് ജനവിഭാഗങ്ങൾക്കിടയിൽ യാതൊരു മിഷനറി പ്രവർത്തനവും നടത്തുന്നില്ല. അപ്പോൾ ആ അവകാശവാദം തീർന്നു. ആധ്യാത്മികതയും ദൈവശാസ്ത്രവും സന്മാർഗവും ഒക്കെ സംബന്ധിച്ച കത്തോലിക്കാ സഭയുടെ ആധികാരിക രേഖയായ കത്തോലിക്കാ സഭയുടെ വേദപാഠ ഗ്രന്ഥം റീതിഭേദമില്ലാതെ എല്ലാ വ്യക്തിസഭകൾക്കും ബാധകമായിരിക്കെ പിന്നെ എന്ത് വ്യതിരക്തതയാണ് അക്കാര്യങ്ങളിൽ സീറോ മലബാർ സഭയ്ക്ക് എടുത്തു പറയാനുള്ളത്? യാതൊന്നും ഇല്ല തന്നെ. ശിക്ഷണക്രമത്തിന്റെ കാര്യമെടുത്താൽ തമ്മിൽ അല്പസ്വല്പ വ്യത്യാസങ്ങൾ മാത്രമുള്ള ലത്തീൻ കാനോ നിയമവും പൗരസ്ത്യ കാനോ നിയമവുമാണ് അവയ്ക്ക് ആധാരമായുള്ളത്. വകുപ്പുകളുടെയും ഉപവകുപ്പുകളുടെയും നമ്പറുകളിലും സ്ഥാനങ്ങളിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് ഒഴിച്ചാൽ അവ രണ്ടും സാരാംശത്തിൽ ഒന്നു തന്നെയാണ്. അപ്പോൾ പിന്നെ അവിടെയും ഇപ്പോൾ നിലവിലുള്ള സീറോ മലബാർ സഭയ്ക്ക് പ്രത്യേക വ്യതിരിക്തതയൊന്നും ചൂണ്ടിക്കാട്ടാനില്ല. പിന്നെയുള്ളത് ആരാധനാക്രമമാണ്. ശരിയാണ്, ഈ സഭയെ ബലാത്കാരം ചെയ്ത് കലതായ സഭയാക്കിയതിനു ശേഷം ഇക്കാര്യത്തിൽ ഇപ്പോൾ ചില വ്യതിരിക്തതകളുണ്ട്. മുൻതിരിഞ്ഞും പിന്തിരിഞ്ഞും വിരിയിട്ടും വിരി തുറന്നും ക്രൂശിത രൂപത്തെ പുറത്താക്കി മനുക്കയൻ ക്ലാവർ കുരിശ് പ്രതിഷ്ഠിച്ചുമുള്ള ഈ സഭയുടെ ആരാധനാക്രമം ലോകത്തെങ്ങുമില്ലാത്ത വിധം വിചിത്ര വ്യതിരക്തതകളോട് കൂടിയുള്ളതാണ്. എന്നാൽ സീറോ മലബാർ വിശ്വാസി സമൂഹത്തിന് പൊതുവെ ഈ ആരാധനാക്രമത്തോട് വെറുപ്പല്ലാതെ ഒട്ടും കൂറില്ല എന്നതാണ് വസ്തുത. ഇത് പുറത്താകാതിരിക്കാനാണ് കേരളത്തിനുള്ളിലോ പുറത്തോ ഉള്ള ഒരു രൂപതയിൽ പോലും വിശ്വാസികൾക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ സർവേ നടത്താൻ സഭാധികാരികൾ തയ്യാറാകാത്തത് എന്ന് വേണം കരുതാൻ. വിശ്വാസി സമൂഹത്തിന് വേണ്ടി എന്ന ചിന്തയുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ജനഹിത പരിശോധന എത്രയോ മുമ്പേ നടത്തുമായിരുന്നു. മനുഷ്യന് പുല്ലുവില കൽപ്പിച്ച് മെത്രാന്മാർ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അവിടെ മനുഷ്യർ ശാപത്തിനു വേണ്ടി ബലികഴിക്കപ്പെടുകയാണ് എന്ന് വരുന്നു. ആ നിലപാട് യേശുവിരുദ്ധവും സഭാവിരുദ്ധവും ആണെന്നും വരുന്നു. അപ്പോൾ തനത് ആരാധനാക്രമം സംബന്ധിച്ച അവകാശവാദവും തീർന്നു. അപ്പോൾ പിന്നെ ഇനി അവശേഷിക്കുന്നത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ സഭയുടെ തനത് പൈതൃകവും സംസ്കാരവും മാത്രമാണ്. അതെ, ലോകത്തേറ്റവും ആധ്യാത്മിക പുഷ്ടി നിറഞ്ഞ ഭാരത സാംസ്കാരിക ഭൂമികയിൽ വിരിഞ്ഞ നസ്രാണി സഭയുടെ തനത് പൈതൃകമാണ് സീറോ മലബാർ സഭാ സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും അമൂല്യമായിട്ടുള്ളത്.
ഈ പൈതൃക ബോധം നാം കൃത്രിമമായി ചിന്തിച്ചുണ്ടാക്കുന്നതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മറിച്ച് ഈ സഭാഗാത്രത്തിന്റെ ഓരോ കോശത്തിലും ഈ പൈതൃകത്തിന്റെ പാരമ്പര്യ ഘടകങ്ങൾ നിഹിതമായിരിക്കുന്നു എന്നതിനാൽ ഈ പൈതൃക ബോധം, സ്വത്വബോധം നമ്മിൽ സഹജമാണ്. അതുകൊണ്ടാണ് കൽതായ സുറിയാനി സഭയുടെ സ്വാധീന വലയത്തിൽ വളരെ കാലം പുലരേണ്ടി വന്നിട്ടും പാശ്ചാത്യ സഭയുടെ അധിനിവേശ നീക്കങ്ങൾക്ക് ഇരയായി എല്ലാ തനത് പാരമ്പര്യങ്ങളും തകർക്കപ്പെട്ടിട്ടും അന്യ പൈതൃകങ്ങളും പാരമ്പര്യങ്ങളും അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടേയിരുന്നിട്ടും ഇന്നും ഒരു നസ്രാണിത്ത പൈതൃകബോധം നമ്മിൽ മിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ യാഥാർത്ഥ്യവൽക്കരിക്കേണ്ട ഒരു സ്വപ്നത്തിന്റെ വേഗശകയായി നാം അണയാതെ സൂക്ഷിക്കുന്നത്. നമ്മുടെ സഭ കാത്തു സൂക്ഷിച്ചു പോന്ന ഈ നസ്രാണി പൈതൃക ബോധത്തിന്റെ കടയ്ക്കൽ അവസാനം കത്തിവെച്ചത് ഇപ്പോൾ ഈ സഭയുടെ തനത് പൈതൃകത്തിലും സംസ്കാരത്തിലും അജപാലനം നടത്താൻ അവകാശവാദം ഉന്നയിച്ച് റീത്തിന്റെ ആഗോളവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സീറോ മലബാർ മെത്രാൻ സംഘമായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനവർ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഡിഗ്രികളെ ആധാരമാക്കുകയും അവയെ തലതിരിച്ച് പ്രയോഗത്തിലാക്കുകയും ചെയ്തു എന്നതാണ് ഏറെ അപലപനീയമായ കാര്യം. മറ്റു ക്രൈസ്തവ പാരമ്പര്യങ്ങളെ ഒന്നും അംഗീകരിക്കാതിരുന്ന റോമൻ കത്തോലിക്ക സഭയുടെ ലത്തീൻ അധിനിവേശം മൂലം തകർന്നടിഞ്ഞ പൗരസ്ത്യ സഭാ പാരമ്പര്യങ്ങളെ വീണ്ടെടുത്ത് പുനഃസ്ഥാപിക്കാനും തനത് ശിക്ഷണക്രമങ്ങളനുസരിച്ച് സ്വയം ഭരിക്കാനും ആ സഭകളെ ചുമതലപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ചെയ്തത്. സീറോ മലബാർ സഭയെ സംബന്ധിച്ച് അതിനർത്ഥം ഈ ഭാരതസഭയുടെ തനത് പൈതൃകവും പാരമ്പര്യങ്ങളും കണ്ടെത്തി അത് പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു. ഈ സഭയ്ക്ക് തനത് ആരാധനാ രീതികൾ മുമ്പുണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനകൾ പോർട്ടുഗീസ് ചരിത്രകാരന്മാർ തന്നെ നൽകിയിട്ടുണ്ട്. അത് കൂടുതലായി കണ്ടെത്തി ബിബ്ലിക്കലായി വികസിപ്പിച്ചെടുക്കുകയേ വേണ്ടിയിരുന്നുള്ളൂ. നമ്മുടെ സഭാഭരണക്രമം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് യാതൊരു തർക്കവും നിലവിലില്ലാതാനും. അത് മാർത്തോമായുടെ നിയമമനുസരിച്ചുള്ള പള്ളിയോഗ, പള്ളി പ്രതിപക്ഷ യോഗ ഭരണ സമ്പ്രദായമായിരുന്നു. കൂട്ടായ്മ ജനാധിപത്യ സമ്പ്രദായമായിരുന്നു. സമുദായത്തിന്റെ ഭൗതിക ഭരണകാര്യങ്ങളിൽ മെത്രാന്മാർ ഉൾപ്പെട്ടിരുന്നില്ല എന്നും അത്തരം സാമൂഹിക ഭൗതിക കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് യാതിക്ക് കർത്തവ്യനും പള്ളിയോഗവുമായിരുന്നു എന്നും അതോറിറ്റി ഇൻ ദ കാത്തലിക് കമ്മ്യൂണിറ്റി ഇൻ കേരള എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ ഡോക്ടർ ജോസ് കുറിയടത്ത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇക്കാര്യം സഭാ ചരിത്രകാരന്മാരെല്ലാവരും തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. എന്നാൽ ഈ നസ്രാണി പാരമ്പര്യം വീണ്ടെടുത്താൽ റോമൻ സഭാ സമ്പ്രദായപ്രകാരം തങ്ങൾ അനുഭവിച്ചു പോരുന്ന സർവാധികാരവും കണക്കില്ലാത്ത സമ്പത്തും കൈവിട്ടു പോകുമെന്ന തിരിച്ചറിവിൽ നമ്മുടെ മെത്രാന്മാരിലൊരു വിഭാഗം റോമിലെ പൗരസ്ത്യ സംഘത്തിന്റെ ഒത്താശയോടെ ഒരു അന്യ പൈതൃകവാദത്തിന്, കൽതായവാദത്തിന് തിരികൊളുത്തി ആളിക്കത്തിക്കുകയാണ് ചെയ്തത്. നസ്രാണികളുടെ പ്രത്യേകമായ ദൈവശാസ്ത്ര പൈതൃകത്തിന്റെ ആകത്തുക മാർത്തോമായുടെ മാർഗവും വഴിപാടും അഥവാ മാർത്തോമായുടെ നിയമം എന്ന പദസമുച്ചയത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നും അവരുടെ സഭാ ജീവിതശൈലിയിൽ പ്രത്യേകം പ്രകടമാകുന്ന മുഴുവൻ ക്രൈസ്തവ പൈതൃകവും അതിൽ അന്തർലീനമാണ് എന്നും ജീവിക്കുന്ന ഒരു ദൈവശാസ്ത്രത്തിന്റെ ചലനാത്മകമായ ആവിഷ്കാരമാണ് മാർത്തോമായുടെ മാർഗം എന്നും മാർത്തോമായുടെ നിയമത്തിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത അത് പൂർണ്ണമായും ക്രൈസ്തവമായിരുന്നു എന്നുള്ളതാണ് എന്നുമെല്ലാം റോമിൽ ചെന്ന് പ്രസംഗിച്ച ആർച്ച് ബിഷപ്പ് മാർ പൗത്തിൽ തന്നെ ആ ജീവിക്കുന്ന ദൈവശാസ്ത്രത്തെ ജീവശവമാക്കാൻ കട്ടുകെട്ടിയിറങ്ങി. പകരം നമ്മുടെ കത്തനാരന്മാർ ഒരിക്കൽ പോലും ചൊല്ലിയിട്ടില്ലാത്ത കൽതായ കുർബാനക്രമം ഈ സഭയുടെ ആരാധനാ പൈതൃകമാണെന്ന് പറഞ്ഞ് കൽതായവാദത്തിന് തുറക്കമിട്ടു. അവസാനം 1-ാം നൂറ്റാണ്ടിൽ ജന്മം കൊണ്ട ഈ അപ്പോസ്തോലിക സഭ 4-ാം നൂറ്റാണ്ടിൽ മാത്രം ജന്മം കൊണ്ടതും 16-ാം നൂറ്റാണ്ടിൽ മാത്രം കത്തോലിക്ക സഭയുമായി ഐക്യപ്പെട്ടതുമായ കൽതായ സഭയുടെ പുത്രി സഭയാണെന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചിട്ടേ നമ്മുടെ മെത്രാന്മാർ അടങ്ങിയുള്ളൂ. ഇന്ത്യൻ സഭയുടെ മേൽ അധികാരമില്ലാതിരുന്ന പൗരസ്ത്യ സംഘത്തിന് അങ്ങനെ ഈ സഭയുടെ മേൽ അധികാരം കൈവരുകയും കൽതായ സഭയ്ക്ക് ബാധകമായ പൗരസ്ത്യ കാനോ നിയമം ഈ സഭയ്ക്കും ബാധകമാകുകയും ചെയ്തു. അങ്ങനെ എല്ലാ പ്രകാരത്തിലും സ്വത്തും നഷ്ടപ്പെട്ട് വ്യക്തിത്വം ഇല്ലാതായി കഴിഞ്ഞ ഒരു സഭയെയാണ് കൽതായ പ്രച്ഛന്ന വേഷമണിയിച്ചും സീറോ മലബാർ നെറ്റിപ്പട്ടം കെട്ടിച്ചും ഇന്ന് ലോകമെങ്ങും എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. മറ്റു റീത്തുകാരെ വേർപ്പിച്ചും തങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ മറ്റു റീത്തുകളിൽ നിർവഹിച്ചു പോന്നിരുന്ന സീറോ മലബാർ സഭാംഗങ്ങളെ പലതരത്തിൽ കഷ്ടപ്പെടുത്തിയും ലോകാധിപത്യത്തിനായി കെട്ടഴിച്ചു വിട്ടിരിക്കുന്ന ഈ സീറോ മലബാർ അശ്വമേധ കുതിരയെ പിടിച്ചുകെട്ടാൻ സമയമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ നീക്കത്തിലൂടെയും സഭാ ഹയറാർക്കിക്ക് വേണ്ടി മനുഷ്യനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പ്രവാസി കത്തോലിക്കരിൽ ചിന്താശേഷിയുള്ളവരെല്ലാം സീറോ മലബാർ രൂപതാ സ്ഥാപനത്തെ എതിർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അമേരിക്കയിൽ ചിക്കാഗോ രൂപത വരുന്നുവെന്നറിഞ്ഞ് ആയിരക്കണക്കിന് പേരാണ് അന്ന് അതിനെതിരെ നിവേദനം തയ്യാറാക്കി റോമിന് ഒപ്പിട്ടയച്ചത്. ആര് കേൾക്കാൻ? തങ്ങൾക്ക് തങ്ങളുടെ റീതിയിലുള്ളവരുടെ മേൽ ലോകമെമ്പാടും രാജപാലന അവകാശമുണ്ടെന്ന് വാദിച്ചു. അതിലുപരി സീറോ മലബാർ സഭയ്ക്ക്
പൗരസ്ത്യ സംഘത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചും പ്രവാസി മലയാളികളുടെ മേൽ രൂപതകൾ അടിച്ചേൽപ്പിക്കുകയാണ്. ഈ അടിച്ചേൽപ്പിക്കലിന് എതിരായുള്ള ധീരമായ ചെറുത്തുനിൽപ്പാണ് ഇപ്പോൾ അയർലൻഡിൽ നടന്നുവരുന്നത്. കേരളത്തോടും മലയാള ഭാഷയിലുള്ള കുർബാനയോടുമുള്ള പ്രവാസി മലയാളികളുടെ ഗൃഹാതിർത്തത്തെ ചൂഷണം ചെയ്യുകയാണ് സീറോ മലബാർ സഭ. സീറോ മലബാർ രൂപതകൾ അവിടങ്ങളിൽ പറന്ന് ഇറങ്ങുന്നതുവരെ ലത്തീൻ പള്ളികളിൽ അംഗങ്ങളായും ഞായറാഴ്ചകളിൽ മലയാളം കുർബാനയിൽ പങ്കെടുത്തും എല്ലാവരും സമാധാനത്തിൽ ജീവിച്ചു പോരുകയായിരുന്നു. മക്കളുടെ മാമോദീസായ്ക്കും വിവാഹത്തിനുമൊക്കെ ലത്തീൻ പള്ളികളിൽ നിന്നുള്ള കുറികൾ മതിയായിരുന്നു താനും. സീറോ രൂപത ലോകത്ത് എവിടെ സ്ഥാപിക്കപ്പെട്ടാലും കാനോൻ നിയമപ്രകാരം അതിൻ്റെ അതിർത്തിക്കുള്ളിലുള്ള മുഴുവൻ സീറോ മലബാറുകാരും ഓട്ടോമാറ്റിക്കായി ആ സീറോ മെത്രാന്റെ പ്രജകളായി തീരുമത്രേ. അതോടെ മെത്രാൻ രാജാവിൻ്റെ ഔദാര്യത്തിലുള്ള വിവാഹക്കുറി എന്ന ശാപത്തിനു വേണ്ടിയായി തീരുകയായി മനുഷ്യർ. എന്നാൽ സീറോ മലബാർ കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നവർക്ക് ലത്തീൻ സഭയിൽ വൈദികരാകാം, കന്യാസ്ത്രീമാരുമാകാം. സീറോ രൂപത വന്നാലും അവർക്ക് ലത്തീൻ പള്ളികളിലും സഭകളിലും തുടരാം. പക്ഷേ സീറോ മലബാറുകാർ കുടുംബമായി പോയാൽ അത് പറ്റില്ല പോലും. ഓർത്തു നോക്കുക, എത്ര വലിയ യുക്തിരാഹിത്യവും ഇരട്ടത്താപ്പുമാണിത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിന് പുറത്തുള്ള സീറോ മലബാർ സമൂഹം മുന്നോട്ട് വയ്ക്കേണ്ട ഡിമാൻഡുകൾ ഇവയാണ് എന്ന് തോന്നുന്നു. ഒന്നാമതായി, സഭാഐക്യത്തിനു വേണ്ടി, അതായത് എക്യുമെനിസത്തിന് വേണ്ടി നിലകൊള്ളുന്ന കത്തോലിക്ക സഭ ആദ്യമായി ചെയ്യേണ്ടത് റീത്തുകൾ തമ്മിൽ ഐക്യം കൊണ്ടുവരിക എന്നതാണ്. റീത്തുകൾക്കിടയിലുള്ള എല്ലാ വേലിക്കെട്ടുകളും പൊളിച്ചു മാറ്റണം. സാർവത്രിക കത്തോലിക്ക സഭയിലെ ഏത് റീത്തിലെയും ഏത് പള്ളികളിലും അംഗമാകാനുള്ള അവകാശം ഓരോ കത്തോലിക്കനും ഓരോ കത്തോലിക്ക കുടുംബത്തിനും ഉണ്ടാവണം. റീത്ത് വിഭജനം മൂലം സഭയിലുണ്ടാകുന്ന എല്ലാ സങ്കീർണതകളും സാധാരണ വിശ്വാസികൾക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുന്ന ഈ മാറ്റം കൊണ്ടുവരാൻ കത്തോലിക്ക സഭയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനെ എങ്ങനെ സാർവത്രിക സഭയെന്ന് വിശേഷിപ്പിക്കാനാകും? രണ്ടാമതായി, എല്ലാ റീത്തുകളിൽ നിന്നുമുള്ള എല്ലാ രേഖകളും കുറികളും സാധുവാകുന്ന തരത്തിൽ കാനോൻ നിയമ വകുപ്പുകൾ തിരുത്തപ്പെടണം. അവസാനമായി, എല്ലാ റീത്തുകളിലെയും എല്ലാ പള്ളികളും മറ്റു റീത്തുകളിലും ഭാഷകളിലുമുള്ള ആരാധനാക്രമങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമായി തുറന്നുകൊടുക്കാൻ സന്മനസ് കാട്ടണം. ഇത്രയും കാര്യങ്ങൾ സാധിച്ചെടുത്താൽ മാത്രം മതി ഏത് ഭാഷക്കാരായ പ്രവാസി കത്തോലിക്കർക്കും തങ്ങളുടെ കൂതാശാ ജീവിതം നയിച്ചുകൊണ്ട് സമാധാനമായി ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ആവശ്യങ്ങളിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാൻ അയർലൻഡിൽ ഉൾപ്പെടെയുള്ള പ്രവാസി കത്തോലിക്കർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്നു. തീർത്തും ലളിതമായ ഈ ഡിമാൻഡുകൾക്കെതിരെ നിൽക്കുന്നവർ മനുഷ്യരെക്കാൾ നിയമങ്ങൾക്കും സമ്പ്രദായങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന യേശുവിരുദ്ധരാണെന്ന് തിരിച്ചറിവുണ്ടാകുന്ന മുറയ്ക്ക് ഈ സ്വാതന്ത്ര്യ സമരം ശക്തിയാർജിക്കുകയും വിജയിക്കുകയും ചെയ്യും എന്ന് ഉറപ്പാണ്. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി.